ഹായ് ഗായ്സ്, ചില്ലീസ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തമ്പനയിലൊക്കെ കണ്ടു കാണും, എന്നാലും ഞാൻ പറയാം, ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അതെ, പുട്ട്, അതായത് കൊള്ളിപ്പുട്ട് അഥവാ പൂള. ചില സ്ഥലങ്ങളിലൊക്കെ പൂള എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. തുടങ്ങിയാൽ നമുക്ക്. ഉള്ളി നല്ല വൃത്തിയായി കഴുകി അതിന് തൊലിയെല്ലാം കളഞ്ഞ് ഒന്നുകൂടി നന്നായി വൃത്തിയാക്കി കഴുകുക. എന്നിട്ട് അത് ഗ്രേറ്റ് ചെയ്യണ ആ സാധനം കൊണ്ട് ഗ്രേറ്റ് ചെയ്യുക. ചെറിയ ഇതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ 2-3 പുള്ളിയെടുത്ത് നമ്മൾ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വലിയ ബൗളെടുത്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് അരിപ്പൊടി, ഒരു ഗ്ലാസിൻ്റെ പകുതി അരിപ്പൊടി അതെടുത്ത് അതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പും ഇട്ട് അത് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു മധുരത്തിന് വേണ്ടി ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് തേങ്ങ എന്നിവ ഇട്ടിട്ടാണ് ആദ്യം ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് പുട്ടുപൊടി ഇടും, എന്നിട്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുടെ തേങ്ങ ഇടും. എന്നിട്ട് അതിൽ പുട്ടും കുറ്റിയിൽ വെച്ച് വേവിച്ച് നല്ലോണം വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റുള്ള കൊള്ളിപ്പുട്ട് റെഡിയായി. മധുരത്തിലുണ്ടാക്കുന്ന കൊള്ളിപ്പുട്ട് റെഡിയായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉണക്കുകയും വേണ്ട, പൊടിക്കുകയും വേണ്ട. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അപ്പക്കപ്പോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കൊള്ളി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് വേറെ എരിവിലുണ്ടാക്കാം. സാധാരണ പോലെ തന്നെ കൊള്ളിയുടെ പൊടിയെടുത്ത് നമ്മൾ പുട്ടും കുട്ടിയിൽ ഇട്ടിട്ട് മധുരത്തിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടാണ്. കുട്ടികൾക്ക് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ പാകാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടപ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് 4 മണിക്കത്തെ സ്നാക്സ് അങ്ങനത്തെ ഇതിലൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എൻ്റെ മോളുടെ കലാവിരുത് കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു നോർമൽ കൊള്ളിപ്പുട്ട് ഉണ്ടാക്കിയിട്ടാണ്. മധുരം ഇടാതെ സാധാ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അതിൽ നമ്മളിപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ തേങ്ങ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട്, എന്നിട്ട് അതിലേക്ക് നമുക്ക് ഏത് കറി വേണമെങ്കിലും എടുക്കാം. മീൻ കറി വേണമെങ്കിൽ മീൻ കറി, വെറുതെ കഴിക്കുന്നവരാണെങ്കിൽ അതും കഴിക്കാം, കുഴപ്പമില്ല. ബീഫ് കറി ആണെങ്കിൽ ബീഫ് കറി, മീൻ കറി ആണെങ്കിൽ മീൻ കറി, ഏത് കറി വേണമെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുട്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റുള്ള പുട്ടായിരുന്നു. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്